بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. ബഹുമാന്യരായ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒഴിവ് ദിവസത്തിൽ
അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു മജ്ലിസിൽ ഹാജരാകുവാൻ, അതിൽ കണ്ണികളായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് ഇതിനെ എത്തിക്കുമാറാകട്ടെ. മുജാഹിദ് പ്രസ്ഥാനം ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിലും ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ അത് തങ്ങളുടെ യഥാർത്ഥ ഇഷ്ടത്തിനു വേണ്ടിയായിരുന്നു പറഞ്ഞത് എന്ന് ചിന്തിക്കുന്ന, ഈ ലോകത്ത് വെച്ച് തന്നെ യഥാർത്ഥമായ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ആശയം മനസ്സിലാകുമ്പോൾ സന്തോഷത്തോടുകൂടി അപ്പോൾ അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറയാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ ജീർണതകളുടെ കാര്യത്തിൽ വിമർശകന്മാർ പോലും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാട്ടിലും ഗൾഫിലും എല്ലായിടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ താൽപര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് ജനങ്ങൾ ഇഷ്ടപ്പെടുമോ, മഹല്ല് കമ്മിറ്റി ഇഷ്ടപ്പെടുമോ, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകില്ലേ എന്ന് നോക്കാതെ സ്വസമൂഹത്തിൽ നിന്ന് ആട്ടും തുപ്പും പീഡനങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും സഹിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയാനുള്ള പ്രചോദനം എന്ത് എന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. ആത്മാർത്ഥമായ സ്നേഹം. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ, യഥാർത്ഥമായി വരാനുള്ള ആ ജീവിതത്തിൽ എന്റെ നാട്ടുകാർ, എന്റെ കുടുംബക്കാർ, എന്റെ അയൽവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക വഴി നിത്യമായ നരകത്തിലേക്ക്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന 5-ാമത്തെ അധ്യായമായ സൂറത്ത് മാഇദയിലെ 72-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിയ ആ സത്യം, അതുകൊണ്ടൊന്നു മാത്രം വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം ഈ സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യേണ്ട, ഈ സമൂഹത്തിൽ ദഅവത്തിന്റെ പാത ഏറ്റെടുക്കേണ്ട, ആ ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ട ഈ സമൂഹത്തിന്റെ നട്ടെല്ലായ യുവസമൂഹം, ആ യുവസമൂഹം വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലമില്ലാത്ത, അതുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റാത്ത ആദർശങ്ങളുടെ പിന്നാലെ വ്യതിയാന ആദർശങ്ങളുടെ വക്താക്കളായി മാറുമ്പോൾ ഇന്നെന്ന കാരണങ്ങളാൽ അത് പാടില്ല എന്ന് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു കൊടുക്കുകയാണ്. നാട്ടിലും അതേപോലെ തന്നെ ഗൾഫിലുമെല്ലാം മുസ്ലിം സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് യഥാർത്ഥത്തിൽ ഭീകരവാദവും തീവ്രവാദവും. അത് നമുക്കത് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ആ വിപത്ത് കടന്നു വരുന്ന സന്ദർഭത്തിൽ ആലോചിച്ചു നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നാൽ ഈ ആശയങ്ങളുമായി നടക്കുന്ന യുവാക്കൾക്ക് എന്തോ ഇഷ്ടമായിരിക്കും മുജാഹിദ് പ്രസ്ഥാനത്തോട്. അതിന്റെ പരിപാടികളോട് അവർ സഹകരിക്കില്ലേ? ഈ സഹകരണം എന്തിനാണ് സഹോദരങ്ങളെ ഇല്ലാതാക്കുന്നത്? എന്തിനാണ് എതിർപ്പ് വിളിച്ചു വരുത്തുന്നത്? ഒരു ഭാഗത്ത് വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ അതിന്റെ കൃത്യമായ ആദർശ പ്രബോധനത്തിന്റെ കാരണത്താൽ ഇവിടുത്തെ പുരോഹിതന്മാർ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടിരിക്കുമ്പോ, ലഘുലേഖകൾ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ, മറുപടി പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പിന്നെയും എന്തിനാണ് മറ്റുള്ളവരുടെ കൂടി എതിർപ്പ് ഈ പ്രസ്ഥാനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്? ഞാൻ പറയുന്നത്, ഈ ക്യാമ്പയിന്റെ പിന്നിലുള്ള ആ ഒരു നല്ല ഉദ്ദേശത്തെ സഹോദരങ്ങളെ, ഈ സദസ്സിലുള്ള, ഈ സീഡി കാണുന്ന എല്ലാവരും ഈ നല്ല ഉദ്ദേശത്തെ തിരിച്ചറിയണമെന്നാണ് ആത്മാർത്ഥമായി എനിക്ക് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ളത്. ഈ സമയം എന്തിന് ചെലവഴിക്കണം? എന്തിന് ഈ വിഷയം പറയണം? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും അനുസൃതമല്ലാത്ത, അതുകൊണ്ട് യഥാവിധി സാധൂകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് നമ്മുടേതെന്ന് ഇവിടെ പറയുമ്പോൾ അതൊരു മുൻവിധിയില്ലാതെ ഒന്ന് കേട്ടു നോക്കുക.
ആ പറയുന്നത് ശരിയാണോ എന്ന ഒരു തുറന്ന മനസ്സ് എനിക്ക് നൽകണമേ എന്നാണ് പഠിക്കുന്ന മനസ്സിലാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഈ സദസ്സിലുണ്ട്. അവരോടല്ല മുഖ്യമായും എന്റെ സംസാരം. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ സംസാരം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പരിശുദ്ധ ഇസ്ലാം, നമുക്കറിയാം 20-ാം നൂറ്റാണ്ട് ഇസ്ലാമിന്റേതാണ് എന്ന് ചരിത്രകാരന്മാരും അതേപോലെ തന്നെ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാവരും ഒന്നടങ്കം 19-ാം നൂറ്റാണ്ടിന്റെ സമാപന സന്ദർഭത്തിൽ പ്രവചിച്ചിട്ടുള്ള ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ആദർശം കൊണ്ട് ഇസ്ലാമിനെ നേരിടാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ വളരെയധികം ആസൂത്രിതമായി ഉണ്ടാക്കിയിട്ടുള്ള ചില നാടകങ്ങള്, അവരുടെ ചില ക്രിയകള്, സൂത്രങ്ങളാണ് ഇന്ന് മുസ്ലിം സമൂഹം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചറിയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഇസ്ലാമിന്റെ ജിഹാദ് പോലെയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പദങ്ങളെ എത്രമാത്രമാണ് തെറ്റിദ്ധരിച്ചത് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. സി മാധവൻ പിള്ളയുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഉണ്ട്. ആധികാരികമായ ഒരു കാര്യത്തിന് അതിന്റെ യഥാർത്ഥമായ വസ്തുത മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ റഫർ ചെയ്യുന്നതാണല്ലോ ഡിക്ഷണറി. അതിൽ ജിഹാദ് എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം എന്നാണ്. ജിഹാദ് എന്ന പദം ഒരു മുസ്ലിമല്ലാത്ത മനുഷ്യൻ കേവലം മനസ്സിലാക്കി വെച്ചതല്ല, കേവലം സങ്കല്പമല്ല, മറിച്ച് അതിന് ആധികാരികമായി കൊടുക്കുന്ന അർത്ഥം മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം എന്നാണ്. അപ്പോൾ ഈ പദത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എത്രമാത്രമുണ്ട് എന്ന് കൂടുതൽ വിശദീകരിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞത്, ഹദീസിൽ ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് പ്രാഥമികമായി 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ജാഹദ എന്ന പദത്തിന് കഠിന പ്രയത്നം ചെയ്യുക, ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നതിനാണ് ജാഹദ എന്ന് അറബിയിൽ പറയുന്നത്. ഇസ്ലാമികമായി സാങ്കേതികമായി ആ പദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ല ജീവിതം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നത് മുതൽ ജീവൻ ത്യജിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ ഒരു പ്രക്രിയ. സ്വന്തം ജീവിതം സംസ്കരിക്കുന്ന മുതൽ തന്റെ സ്വന്തം ജീവിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കുന്നത് വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സംസാരങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും സംവാദങ്ങളും ആയുധങ്ങളും എല്ലാം ആ വിശാലമായ പ്രക്രിയയിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജിഹാദ് എന്ന പദം ഒരിടത്ത് വിശദീകരിച്ചത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ വഇൻ ജാഹദാക ലതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. 29-ാമത്തെ അധ്യായം സൂറത്ത് അങ്കബൂത്ത് 8-ാമത്തെ സൂക്തത്തിൽ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, മാതാപിതാക്കൾക്ക് വേണ്ടി നീ നന്മ ചെയ്യണം. വഇൻ ജാഹദാക ലിതുശ്രിക ബി, എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിന്നോട് നിർബന്ധിച്ചാൽ മാ ലൈസ ലക ബിഹി ഇൽമുൻ, ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് വിവരമില്ല, ഫലാ തുതിഉഹുമാ, രണ്ടുപേരെയും നീ അനുസരിച്ചു പോകരുത്. ഇവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ജിഹാദ് എന്ന പദമാണ്. അവരാലോചിച്ച് നോക്കൂ, ഉമ്മയും ഉപ്പയും ആയുധമെടുത്തുകൊണ്ട് എടാ നീ ഈ പറഞ്ഞ നേർച്ച ചെയ്യണം എന്ന് ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടമാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല. മാതാവും പിതാവും നിന്നെ നിർബന്ധിച്ചാൽ, അവിടെ നിർബന്ധിച്ച് ശിർക്ക് ചെയ്യാൻ പറയുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ജിഹാദ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അക്രമിയായ രാജാവിന്റെ മുമ്പിൽ സത്യത്തിന്റെ വാക്ക് പറയുന്നവനാണ്. നോക്കൂ, ഒരു രാജാവിന്റെ അടുത്ത് പോയി താൻ മനസ്സിലാക്കിയ സത്യം വെട്ടിത്തുറന്ന് പറയുന്നതിനെ കുറിച്ച് ഇവിടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും അതിന്റെ ഡിക്ഷണറി പോലും എഴുതിയിട്ടുള്ളവർക്ക് എത്രമാത്രം തെറ്റുപറ്റിയെന്ന് ഈ ഒരു ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നാം ആദ്യമായി വളരെ കൃത്യമായി മനസ്സിലാക്കണം, ഓരോ മുസ്ലിമിനും ജിഹാദ് നിർബന്ധമാണ്.
സ്വർഗത്തിൽ പോകണോ, ജിഹാദ് ചെയ്തേ പറ്റൂ. ആ അർത്ഥത്തിൽ ജിഹാദിനെ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. 3-ാമത്തെ അധ്യായത്തിലെ 142-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതല്ല നിങ്ങളിൽ നിന്ന് ധർമ്മ സമരത്തിൽ ഏർപ്പെടുകയും ക്ഷമാശീലരെയും അല്ലാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അപ്പോൾ സത്യവിശ്വാസികളായ ആളുകളോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞിട്ടല്ലാതെ, ആ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടല്ലാതെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് പോയി കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ സഹോദരങ്ങളെ, എനിക്ക് ജിഹാദ് നിർബന്ധമാണ്. ഓരോ സത്യവിശ്വാസിനിക്കും ജിഹാദ് നിർബന്ധമാണ്. ഈ ആയത്ത് പ്രകാരം, ഇതേപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ ആയത്തുകൾ പ്രകാരം സഹോദരങ്ങളെ, ആശുപത്രി ബെഡിൽ കിടക്കുന്ന സഹോദരിക്ക്, രോഗിക്ക് ജിഹാദ് നിർബന്ധമാണ്. അടുക്കളയിൽ പണിയെടുക്കുന്ന വേലക്കാരിക്ക് ജിഹാദ് നിർബന്ധമാണ്. വിദ്യാർത്ഥിക്ക് ജിഹാദ് നിർബന്ധമാണ്. പ്രായമുള്ളവർക്ക് ജിഹാദ് നിർബന്ധമാണ്. യുവാക്കൾക്ക് ജിഹാദ് നിർബന്ധമാണ്. എല്ലാവർക്കും ജിഹാദ് നിർബന്ധമാണ്. ഏത് രാജ്യത്തായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും എല്ലാ ആളുകൾക്കും ജിഹാദ് നിർബന്ധമാണ്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ജിഹാദ് എന്താണ് എന്നതാണ് പ്രശ്നം. ഇവിടെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, ആ ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്കും സമൂഹം തെറ്റിദ്ധരിക്കുകയോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു യോജിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, ജിഹാദിനെ വിശുദ്ധ യുദ്ധമെന്നാണ് മൊത്തത്തിൽ ഡിക്ഷണറിയിൽ മാത്രമല്ല പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള ഇസ്ലാമിക വിരുദ്ധ മീഡിയകൾ അങ്ങനെയാണ് അതിനെ പ്രയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ജിഹാദിനെ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അതിന് പിൻബലമാകുന്ന രൂപത്തിൽ ജോർജ് ബുഷുമാരുടെ, അതേപോലെ തന്നെയുള്ള ഇതുമായി ബന്ധപ്പെട്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന എല്ലാവരുടെയും ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്ന അതേ വാദത്തെ സത്യപ്പെടുത്തുന്ന രൂപത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജിഹാദ് എന്ന പദത്തിന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിം യുവാക്കളിൽ അത് ആയുധമേന്തിക്കൊണ്ടുള്ള പോരാട്ടം, ജിഹാദ് എന്ന് പറയുമ്പോഴേക്കും ജിഹാദിനിറങ്ങണ്ടേ, ജിഹാദ് ഖുർആൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കേവല സായുധ സമരത്തിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുമ്പോൾ ഒരു യോജിപ്പ് നമ്മൾ കാണുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ജിഹാദിനെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുവോ ആ തെറ്റിദ്ധാരണയത്തെ സത്യപ്പെടുത്തുന്ന രൂപത്തിൽ ഈ ഇസ്ലാമിന്റെ ജിഹാദിനെ, അതിനെ മലിനമാക്കുന്നവർ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളും അതേ അർത്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു മുസ്ലിം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. സായുധമായ ജിഹാദാണ്, അതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സായുധ ജിഹാദ് ഇസ്ലാമിൽ ഇല്ല എന്ന് ആരും പറയുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ അവർ ഖുർആനിനെതിരാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ പറഞ്ഞത് ഒരു ഹദീസിനെതിരാണ്. ഇസ്ലാമിൽ സായുധ സമരവും ഉണ്ട്, ഇസ്ലാമിൽ സായുധ സമരമുണ്ട്, യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ. പലപ്പോഴും ഇന്ത്യൻ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ട ജിഹാദ് വിശദീകരിക്കുമ്പോ അവിടുത്തെ ജിഹാദല്ലേ പ്രമുഖമായും പറയുക. അതെടുത്ത് ചില ആളുകൾ പറയും, അവിടെ ആ പോരാട്ടത്തെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു, ഈ പോരാട്ടത്തെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു, ബദറിലെ പോരാട്ടത്തെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു, സ്വാഗതം ചെയ്യുന്നു അത്തരം പരാമർശങ്ങളെ. അത്തരം പരാമർശങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യൻ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വാഭാവികമായും സായുധ ജിഹാദ് എടുത്തു പറഞ്ഞില്ല എന്ന് വരാം. എന്നാൽ എപ്പോഴാണ് സായുധ ജിഹാദ് ചെയ്യേണ്ടത്? നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിലെ 39-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യുദ്ധത്തിനിരയായവർക്ക് അവർ മർദ്ദിതരായതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സത്യവിശ്വാസികള് ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ, സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ പാരായണം ചെയ്യുന്ന സൂക്തം തന്നെയാണിത്, ആയത്ത് തന്നെയാണിത്. യുദ്ധത്തിനിരയാകുന്നവർക്ക്,
അവർ മർദ്ദിതരായതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അനുവാദം നൽകിയിരിക്കുന്നുവെന്ന്. അപ്പോൾ യുദ്ധത്തിനിരയായവർക്കാണ് തിരിച്ചടിക്കുവാൻ, ആയുധമെടുത്തുകൊണ്ട് തിരിച്ചു പോരാടുവാനുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ഈ യുദ്ധത്തിനിരയായവർ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആയത്തുകളുണ്ട്. 4-ാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 75-ാമത്തെ സൂക്തം, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താത്തത്? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത്? മുസ്തദഈഫീങ്ങളായ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകളും ഞങ്ങൾക്കൊരു രക്ഷകനെ തന്നാലും, ഞങ്ങൾക്കൊരു സഹായിയെ തന്നാലും, അക്രമികൾ പിടിച്ചുവെച്ച ഈ നാട്ടിൽ നിന്നും ഞങ്ങളെന്ന് രക്ഷപ്പെടുത്തിയാൽ റബ്ബനാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിരാലംബർക്ക് വേണ്ടി, ദുരിതബാധിതർക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുന്നില്ല എന്ന ആയത്തും യുദ്ധത്തിലുള്ള തെളിവ് തന്നെയാണ്, ആയുധമെടുക്കാനുള്ള തെളിവ് തന്നെയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. പക്ഷേ നമ്മുടെ വിഷയം എന്താണ്? ആയുധമെടുക്കേണ്ടത് ആരാണ്? ആരോടാണ് ഈ കൽപ്പന സഹോദരങ്ങളെ? മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ള മക്കയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ആ മക്കയിലുണ്ടായിരുന്ന അവസ്ഥ, വിശ്വാസപരമായ ജീർണതയിൽ മുങ്ങിക്കുളിച്ച ആ ജനതയിലേക്ക് 13 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ദഅവത്ത് നടത്തി ജനങ്ങളെ അല്ലാഹു ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവരുടെ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. സ്വാഭാവികമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പൂവം വയമീരിയുന്നത് പോലെയല്ല ജനങ്ങളത് സ്വീകരിക്കുക. കാരണം ജനങ്ങൾ വിശ്വസിക്കുന്ന, അവർ ശരിയാണെന്ന് ധരിച്ചിരിക്കുന്ന, അവർ മോക്ഷത്തിന്റെ മാർഗമാണ്, രക്ഷ കിട്ടുമെന്ന് ധരിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തെയാണ്. അത് രക്ഷയുടെ മാർഗമല്ല. അത് നിങ്ങൾ സ്വീകരിച്ചാലും, നിങ്ങളുടെ പിതാവ് സ്വീകരിച്ചാലും, ആര് സ്വീകരിച്ചാലും ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കാൻ പറ്റില്ല. ലാത്തക്കും മനാത്തക്കും നേർച്ചകളും വഴിപാടുകളും കൊടുക്കാൻ പറ്റില്ല. അത് പറയലും അത് കേൾക്കലും അത്ര എളുപ്പമല്ല. പീഡനങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. മഹാനായ റസൂലുള്ള സഹിച്ചിട്ടുണ്ട്, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും രഹസ്യ പ്രബോധനത്തിന്റെ ഘട്ടത്തില് മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് പോലെ രഹസ്യ സ്ഥലങ്ങളിൽ ഒത്തുചേർന്നുകൊണ്ട് ഈ സന്ദേശം കൈമാറിയിട്ടുണ്ട്. എത്രമാത്രം പീഡനങ്ങളും പ്രയാസങ്ങളും അവർ സഹിച്ചിട്ടുണ്ട്. ആ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച ഘട്ടത്തില് പ്രവാചകനോടൊപ്പം ആളുണ്ടായി, പരസ്യ പ്രബോധനത്തിന്റെ അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ പോലും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു വിളി വിളിച്ചോ, ഉസേ എന്നൊന്ന് വിളിക്ക്, ലാത്ത എന്നൊന്ന് വിളിക്ക്, നിന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴും മഹദ്, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ആ വിളി. മരണാനന്തരം ജീവിതമെന്ന് ഉറപ്പിക്കുന്നവരാണ് ഈ ബിലാൽ. അതുകൊണ്ട് കൊല്ലണമെങ്കിൽ കൊല്ലാം. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലെ രക്ഷയുടെ സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദുനിയാവിന് വേണ്ടി നിങ്ങളുടെ പീഡനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ആക്രമിക്കുമ്പോൾ തിരുത്തി പറയാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ച് ആര് കണ്ടാലും വല്ലാത്ത അക്രമമാണെന്ന് ആരും പറയുന്ന തരത്തിൽ യാസിർ റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ, ആ കുടുംബം ഒന്നടങ്കം ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളയോടൊപ്പമുള്ള അനുയായികൾ, ആ അനുയായികൾ അവർക്കെതിരെ പൊരുതിയാൽ, തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു സഹായം കൊടുക്കില്ലേ? പടച്ചോനില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരല്ലേ നേതൃത്വം കൊടുക്കേണ്ടത്? സഹാബികളല്ലേ ഒപ്പമുള്ളവര്? അള്ളാഹു സഹായം കൊടുക്കില്ലേ? അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ അള്ളാഹുവിന്റെ അനുമതി വേണം. അള്ള പറയണം, അള്ള പറഞ്ഞ സാഹചര്യം വേണം. സമ്മതിച്ചില്ല. എപ്പോഴാണ് തിരിച്ചടിക്കുക? എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? മതാ നസ്റുല്ലാഹ് എന്ന് പോലും പറയുന്ന അവസ്ഥയിൽ സഹിക്കുന്നതിൽ നമ്മളെക്കാൾ 100 കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ നിൽക്കുന്ന അത്രയും വലിയ സഹനശീലരായ ബഹുമാനപ്പെട്ട സഹാബത്ത് മതാ നസ്റുല്ലാഹ് എന്ന് ചോദിക്കുവോളം സഹിച്ചിട്ടും
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് തിരിച്ചറിയാൻ, അല്പം മണ്ടരിയെടുത്തിട്ട് അവരെ ഒന്ന് തിരിച്ചറിയാൻ, ഒരു കല്ലെറിയാൻ, ഒരു കുന്തം പ്രയോഗിക്കാൻ മഹാനായ റസൂലുള്ള സമ്മതിച്ചില്ല. സഹോദരങ്ങളെ, ഹിജ്റ പോവുകയാണ്, ഹുദൈബിയ സന്ധി, ഇതേപോലെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഉദ്ഘാടന പ്രസംഗത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പയിന്റെ ഉദ്ഘാടന സീഡിയിൽ ബഹുമാനായ അനസ് മുസ്ലിയാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ ഘട്ടത്തിൽ പോലും സമ്മതിച്ചില്ല. പിന്നീട് ഹിജ്റ പോയി, മദീനയിൽ പോയി, ഇസ്ലാമികമായ ഒരു സമൂഹം, ഇസ്ലാമികമായ ഒരു നേതൃത്വം മദീനയിൽ ഉണ്ടാവുകയാണ്. ഇസ്ലാമികമായ ഒരു നേതൃത്വം മദീനയിൽ ഉണ്ടായ സന്ദർഭത്തിൽ ആ മദീനയിലെ ഇസ്ലാമിക നേതൃത്വത്തോട് ചോദിക്കുകയാണ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്? പീഡിതര്, പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും അതാ മക്കയിൽ വെച്ച് കഷ്ടപ്പെടുന്നു, നിങ്ങൾ നോക്കി നിൽക്കുകയാണോ എന്ന് ഇസ്ലാമിക നേതൃത്വത്തോടാണ് സഹോദരങ്ങളെ പറയുന്നത്. എന്തിനാണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ പ്രാഥമികമായി പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു പരിഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പരിശുദ്ധമായ മലക്ക് മുഖേന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ ആ കത്ത്, സ്വർഗത്തിലേക്കുള്ള വഴി വിശദീകരിക്കുന്ന ആ കത്ത് ഒരു പ്രാവശ്യം പോലും വായിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത പാവപ്പെട്ട യുവാവിനെ വിളിച്ചുകൊണ്ട് പോയി പറയുകയാണ്, ഇതാ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്? ഒരായത്ത് എങ്ങനെ പഠിക്കണമെന്നറിയാത്തവരാണോ ഇസ്ലാമികമായി പ്രാഥമികമായി വിവരമുള്ള പണ്ഡിതന്മാർ? അല്ല, ബോധപൂർവം ഇസ്ലാമിന്റെ ആയത്തുകളെ, ഖുർആനിന്റെ ആയത്തുകളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ആയത്തിന്റെ സാഹചര്യം എന്താണ്, ആരോടാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ യഥാവിധി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോഴാണ് സന്ദർഭത്തിന്റെ പ്രത്യേകത നമുക്ക് ബോധ്യപ്പെടുക. ഒരു ഇസ്ലാമികമായ യുദ്ധം വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കഴിയുന്നിടത്തോളം നിങ്ങൾ ഒരുങ്ങണം, ആയുധങ്ങൾ ശേഖരിക്കണം, കുതിരസവാരി പഠിക്കണം, അമ്പെയ്ത്ത് പഠിക്കണം. ഹദീസിനെ നിഷേധിക്കുന്നില്ല, കേട്ടുകൊള്ളൂ, ഈ ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം ഇസ്ലാമിൽ ഉണ്ട്. പക്ഷേ ഈ ആയത്ത് ഇന്ത്യൻ സാഹചര്യത്തിൽ ആയുധം ശേഖരിക്കാനുള്ളതാണ് എന്ന് നമ്മൾ കരുതുക. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആയുധം ശേഖരിക്കേണ്ടത്? ആയുധം ശേഖരിക്കണം, ഒരുങ്ങണം, അമ്പെയ്ത്ത് പഠിക്കണം. ആരാണത് ചെയ്യേണ്ടത്? ഓരോ സംഘടനയും തുടങ്ങിയെന്ന് കരുതുക. ഓരോ സംഘടനയും, ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഓരോ സംഘടനയും ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. എന്തുണ്ടാകും? പരസ്പരം അമ്പെയ്യും. കാരണം രണ്ട് മറുപടിയും കണ്ടപ്പോ പിന്നെ കുറെ കാലല്ലേ ശേഖരിച്ചു വെച്ചിട്ട് വെക്ക് അങ്ങോട്ട്. പരസ്പരം മുസ്ലിങ്ങൾ തമ്മിൽ, മുസ്ലിം സംഘടനകൾ തമ്മിലല്ലേ ആദ്യമായത് പ്രയോഗിക്കുക. ആരാണിത് ശേഖരിക്കേണ്ടത്? ഈ പറയുന്ന ആളുകളുടെ നേതാക്കന്മാരാണോ? കേരളത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരാണോ? ആരാണ് ശേഖരിക്കേണ്ടത്? ഒരു തുണ്ട് ഭൂമി വേണം, ഇസ്ലാമികമായൊരു നേതൃത്വം, ഇസ്ലാമികമായൊരു രാഷ്ട്രം, ഇസ്ലാമിന്റെ സിവിൽ നിയമങ്ങള്, ക്രിമിനൽ നിയമങ്ങള് നടപ്പാക്കുവാൻ അവകാശപ്പെട്ടവരോടാണ് ഈ കൽപ്പന. അതിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് യഥാവിധി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോ ആയുധമെടുക്കാൻ പാടില്ല, ആയുധമെടുത്ത് പോരാടാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? സന്ദർഭത്തിൽ എടുത്തു എന്നാണ് പറയുന്നതല്ലേ? ശരി, എങ്കിൽ ചോദിക്കട്ടെ, ഫാസിസം വളരുന്ന സന്ദർഭത്തിൽ നമ്മളുടെ നേരെ ഒരു അക്രമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ വേണ്ടത്? എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയൂ. നല്ല ചോദ്യമാണ്, അറിയേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. ഈ ചോദ്യം ഞാൻ അങ്ങോട്ടുന്നയിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോയ എന്റെ എത്രയോ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കള് പലപ്പോഴും സ്നേഹബുദ്ധിയെ അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ്, ഈ ഉള്ളവനും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത്തരം എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ കാരണം. എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ? നമ്മൾ ഏറ്റവും ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമികമായ ഒരു സമൂഹം, ഒരു രാജ്യത്തെടുക്കേണ്ട നിലപാട്,
ആ നിലപാട് വ്യത്യസ്തമായിരിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണല്ലോ. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ, ആ രാജ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, നയങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, ആ നിലപാടുകൾ വ്യത്യസ്തമായിരിക്കും. ഒരു പ്രത്യേക തരത്തിൽ നമ്മൾ വർഗീകരിച്ചാൽ 3 തരത്തിലുള്ള ഭരണകൂടമാണ് ലോകത്തുള്ളത്. ഒന്ന് ഇസ്ലാമിക ഭരണകൂടം, മറ്റൊന്ന് ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടം, മറ്റൊന്ന് ഇസ്ലാമികേതര ഭരണകൂടം. ഇസ്ലാമിക ഭരണകൂടം, ആ ഇസ്ലാമിക ഭരണകൂടത്തെ അനുസരിക്കൽ വിശുദ്ധ ഖുർആനിനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കും അനുസൃതമായി ആ ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എവിടുന്നും ശിക്ഷ കിട്ടും, പരലോകത്ത് വെച്ചും ശിക്ഷ കിട്ടും. അങ്ങനെയാണ് ഇസ്ലാമികമായ ഒരു ഗവൺമെന്റിനുള്ള സമീപനം. മറ്റൊന്ന് ഇസ്ലാമിക വിരുദ്ധ ഗവൺമെന്റ്. ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല, ആരാധനകൾ നിർവഹിക്കാൻ പറ്റില്ല, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ വെടിവെക്കും, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അത്തരം ഗവൺമെന്റുകളോട് 2 തരത്തിലുള്ള സമീപനമാണ് മൊത്തത്തിൽ. അതാത് സന്ദർഭത്തിലുള്ള വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ് നിലപാട് പറയേണ്ടത്. ഒന്ന്, ഇസ്ലാമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശാലമായ അള്ളാഹുവിന്റെ ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് അവർക്ക് മാറാം. അതൊരു നിലപാട്, അങ്ങനെ സ്വീകരിക്കാം. അല്ലെങ്കിൽ ഇസ്ലാമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭരണകൂടത്തോട് പൊരുതാം. യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. എന്തിനു വേണ്ടി? ഞങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ, ഞങ്ങൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക ആ ഭരണകൂടത്തോട്. അത് സ്വീകരിക്കാം. 3ാമത്തെ ഭരണകൂടം ഇസ്ലാമികേതര ഭരണകൂടം. രാജ്യത്തിന്റെ മതം ഇസ്ലാമല്ല, രാജ്യത്ത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുമല്ല. എന്നാൽ ഇസ്ലാമാണെന്ന് പറയുന്നതിനോ ഇസ്ലാമിന്റെ ആരാധനകൾ നിർവഹിക്കുന്നതിനോ പോകട്ടെ, ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ല. രാജ്യത്തിന്റെ മതം ഇസ്ലാമാണോ? അല്ല. രാജ്യത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണോ? അതുമല്ല. പക്ഷേ അഭിമാനപൂർവ്വം മുസ്ലിമാണെന്ന് പറയാം, ഇസ്ലാമിന്റെ ആരാധനകളെല്ലാം നിർവഹിക്കാം. ഈ 3 സ്ഥലത്തും ഒരേ നിലപാടല്ല. 3ാമത്തെ സ്ഥലത്താണ്, ഇന്ത്യ മഹാരാജ്യത്താണ് നമ്മൾ ഉള്ളത്. അതേപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം? വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 60ാമത്തെ അധ്യായമായ സൂറത്തുൽ മുംതഹിനയിലെ 8-9 ആയത്തുകൾ നമ്മൾ പരിശോധിക്കുക. 9ാമത്തെ ആയത്ത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു കൂട്ടരെ കുറിച്ച്, ലം യുഖാതിലൂകും ഫിദ്ദീനി, ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യാത്ത ഒരു കൂട്ടരോട്, അൻ തബറൂഹും, അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാം. തീർന്നില്ല, വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾക്ക് നീതിപൂർവം വർത്തിക്കാം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. വളരെ കൃത്യമാണ്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു, മുഹമ്മദുൻ റസൂലുള്ളാഹി പ്രവാചകനായി അംഗീകരിച്ചു, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ കൊല്ലണം അവനെ എന്ന് പറയാത്ത കൂട്ടര്, അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാത്ത ആളുകള്, അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാം. അവർ മുസ്ലിങ്ങളാണോ? അല്ല. അവർ മുസ്ലിങ്ങളല്ല, അവർ ഇസ്ലാമിന്റെ ആദർശം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അവരോട് നീതിപൂർവം വർത്തിക്കാം. മാത്രമല്ല, അവരോട് നീതിപൂർവം വർത്തിക്കാം. അൻ തബറൂഹും, അവരോട് നന്മ ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. എന്നാൽ പിന്നെ വിശുദ്ധ ഖുർആൻ ആ ആയത്തിന്റെ മുമ്പ് തന്നെ പഠിപ്പിക്കുന്നത് അതിന് നേരെ വിരുദ്ധമായി, നിങ്ങളെ പുറത്താക്കുന്ന, മതത്തിന്റെ പേരിൽ നിങ്ങളെ കൊല്ലുന്നവരോട് നിങ്ങൾക്ക് സഹകരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളെ 20% വരുമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ആ ഫാസിസ്റ്റുകളെ ഈ ഗണത്തിലേക്ക് നമ്മൾ പെടുത്തുക, എല്ലാവരെയും പെടുത്തുക. എന്താ ഞാനൊരു സങ്കല്പത്തിന്റെ രൂപത്തിൽ ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഫാസിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന അതിന്റെ ആദർശം സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞുകൊടുത്തു എന്ന് ഉറപ്പ് പറയാൻ എനിക്ക് സാധ്യമല്ല. ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിയുടച്ച സഹോദരൻ, അതിന് നേതൃത്വം കൊടുത്ത സഹോദരൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവനത് തച്ച് തകർക്കുമ്പോൾ ഇസ്ലാം എന്താണെന്ന് അവൻ അറിയുമായിരുന്നില്ല. സങ്കല്പത്തിന് വേണ്ടി ഈ 20% ആളുകളെ ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ പെടുത്തി എന്ന് കരുതുക.
എങ്കിൽ ബാക്കി വരുന്ന 80% നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്ത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അവരോട് നന്മ ചെയ്യണം, അവരോട് നന്മ ചെയ്യണം, നീതിപൂർവം വർത്തിക്കണം. സഹോദരങ്ങളെ, പറഞ്ഞു എവിടെയും എത്താതെ, തങ്ങൾ എന്തു പറഞ്ഞെന്നറിയാതെ ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഉദ്ധരണികൾ ഇവിടെ പറഞ്ഞു. ഈ ഉദ്ധരണികളെയാണ് ആ മതരാഷ്ട്രവാദത്തിന്റെ ആളുകൾ എപ്പോഴും ഭയപ്പെടുന്നത്. അവരൊരു പാമ്പിനെ കണ്ട്, മൂർഖൻ പാമ്പിനെ കണ്ട് പേടിച്ചോടുന്നതിനേക്കാളും പേടിക്കുന്നത് തങ്ങൾ പറഞ്ഞുപോയ ഉദ്ധരണികളെയാണ്. അത് പറയുമ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്താണ് കാരണം? ആദർശപരമായ തകരാറാണ്. ആ തകരാറിന് ആ പ്രസ്ഥാനത്തിലെ പാവപ്പെട്ട പ്രവർത്തകരെ, അത് സത്യമാണെന്ന് മനസ്സിലാക്കിപ്പോയവരെ കുറ്റം പറഞ്ഞുകൂടാ. ആ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ തകരാറാണത്. നേതാക്കന്മാരുടെ തകരാറിനപ്പുറത്ത് ആദർശത്തിന്റെ തകരാറാണത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, സലഫി പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഈ ആയത്ത് നൽകുന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെയുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് വിദ്യാഭ്യാസ നയം വേണം, ഏത് പൊതുമരാമത്ത് നയം വേണം, സിവിൽ സപ്ലൈസിൽ ഏത് നയം വേണം, വൈദ്യുതിയിൽ ഏത് നയം വേണം, ഏത് നയം വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പില് കൂട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്നവരോട് നീതിപൂർവം നമുക്ക് സഹകരിക്കാം. ആ സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹകരിക്കുന്ന സന്ദർഭത്തിൽ ഈ 2 കക്ഷികളിൽ, 2 മുന്നണികളിൽ, 2 പാർട്ടികളിൽ, 2 സ്ഥാനാർത്ഥികളിൽ താരതമ്യേന ഇസ്ലാമിന്റെ പ്രബോധനത്തിനും ഏറ്റവും നന്നാവുക ആരാണ്? അവർക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകൾ, മുസ്ലിങ്ങൾ മൊത്തത്തിൽ വോട്ട് കൊടുക്കുന്നത്. അത് ആ നിലപാടിനെ പറ്റി ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ നിലപാട് സ്വീകരിക്കുക വഴി കേഴമ്മൗലവി നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷേ രാഷ്ട്രീയ ശിർക്കിലായി പോയി എന്ന് പറയേണ്ടി വന്നിട്ടുള്ളത്, ആ മഹാ അബദ്ധം പറയേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു നിലപാടാണ്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ത്യയെ പോലെയുള്ളൊരു മതേതര രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്ത്? ഫാസിസമാകുന്ന ആ ശത്രുവിനെ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 1 ഡിസംബർ 6, ആ 1 ഡിസംബർ 6 മാതൃഭൂമി എന്ന ദേശീയ പത്രത്തിന്റെ മുഖപ്രസംഗം 1-ാം പേജിലായിരുന്നു. ഇന്ത്യയുടെ ദുരന്ത ദിനം എന്നായിരുന്നു ഹെഡിങ്. അതിന്റെ എഡിറ്റർ പേരെഴുതി ഒപ്പുവെച്ചു. മുഴുവൻ പത്രങ്ങളും, മുഴുവൻ ലോക മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, ഒരു കക്ഷി ഒറ്റപ്പെട്ടു പോയി. എന്തിനാണ് സഹോദരങ്ങളെ? ബാബരി മസ്ജിദിൽ പോയി നമസ്കരിക്കാൻ ഒരു കാരണവശാലും സാധിക്കാത്ത, ആ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലുള്ള മറ്റു കക്ഷികളിൽപ്പെട്ട മറ്റു മതക്കാരായ ആളുകൾ എന്തിനാണ് അതിനെ അപലപിച്ചത്? അന്യായമാണത്, അന്യായമാണത്. നമ്മൾ പള്ളിയുടെ ആദർശമല്ല, നമ്മൾ ക്ഷേത്രത്തിന്റെ ആദർശമാണ്. പക്ഷേ ചെയ്തത് അന്യായമാണ്. അതെ, അന്യായമാണ് എന്നതിന്റെ പേരിൽ അവർ എതിർത്തു. അതോ ആ തരത്തിലായിരിക്കണം പ്രതിഷേധം? ചോദിച്ചു ചില ആളുകള്, ബാബരി മസ്ജിദ് തകർന്നിട്ട് ഒരു റാലി നിങ്ങൾ നടത്തിയോ? ഒരു ധർണ നിങ്ങൾ നടത്തിയോ? ഒരു മൗനജാഥയെങ്കിൽ നിങ്ങൾ നടത്തിയോ? ഇല്ല, മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഒരു ധർണ നടത്തുകയാണെങ്കിൽ, ഒരു റാലി നടത്തുകയാണെങ്കിൽ, ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൽ ദുഃഖമുള്ള, അതിനോട് പ്രതിഷേധമുള്ള എല്ലാവരും അതിലുണ്ടാകും. മുജാഹിദ് പ്രസ്ഥാനം നടത്തി. മതം തീവ്രവാദത്തിനെതിരെ കേവല പ്രകടനത്തിനപ്പുറം മനുഷ്യ മനസ്സുകളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ യുവവിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലുടനീളം ആ തെറ്റായ പ്രവർത്തനത്തിനെതിരെ, ഫാസിസത്തിനെതിരെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ തലത്തിൽ മതപ്രമാണങ്ങളിൽ ഊന്നുകൊണ്ട് സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തി. അതല്ലാതെ ഒരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റുകയാണ് മറ്റുള്ളവർ ചെയ്തത്. നോക്കൂ, 1 ഡിസംബർ 6 ഇന്ത്യയുടെ സ്ഥിതി എന്ത്? ഇന്ത്യ അനങ്ങിയോ സഹോദരങ്ങളെ? എങ്കിൽ 2, 3, 4, 5, 6 ഡിസംബർ 6 എത്തിയപ്പോൾ പ്രാദേശിക വാർത്ത നമ്മൾ കേൾക്കേണ്ടി വന്നു. ഇന്ന് ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ ഒരു സംഘടന ആഹ്വാനം ചെയ്ത ഹർത്താൽ പരാജയമായിരുന്നു. എന്തേ? ബാബരി മസ്ജിദ് പൊളിച്ചത് ശരിയാണെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. ഇന്ത്യയെ പോലെയുള്ള മതേതര രാജ്യത്ത് മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടല്ലാതെ ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പ്രശ്നമല്ല. ആ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോയി. അവിടെ മുജാഹിദ് പ്രസ്ഥാനം അതിനെ അനുകൂലിച്ചില്ല. ഞാൻ പറയുന്നത്, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, നമ്മുടെ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് നിലപാടെടുക്കേണ്ടത്. ആ സമൂഹത്തിന് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം എത്തിക്കേണ്ടവരാണ് നമ്മൾ. ആ സന്ദേശ പ്രചാരണമാണ് നമ്മുടെ മുഖ്യമായ ദൗത്യം. അതിന് തടസ്സമുണ്ടാകുന്ന ഒന്നും ചെയ്തുകൂടാ. അതുകൊണ്ടാണ് തന്റെ സ്വന്തം അനുചരന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോ സഹിച്ചോ,
ക്ഷമിച്ചോ, സ്വർഗമുണ്ട്. ഇവിടെ തിരിച്ചടിച്ചുകൊണ്ട് പരസ്പരം തല്ലുകൂടിയാൽ ആദർശമെത്താത്ത എത്രയോ ആളുകളുണ്ട്, അവരിലേക്ക് ഇത് എത്തുന്നതിനൊരു തടസ്സമായി തീരും എന്ന നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഒരു മതേതര രാജ്യത്ത് മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട്, അവിടെ സ്വീകരിക്കേണ്ട നിലപാട് ഇതാണ് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ കൃത്യമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അവിടുത്തെ ജൂതന്മാരായ ആളുകളുമായി കരാറുണ്ടാക്കി. ആരാണ് ജൂതന്മാർ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളല്ലേ? എന്നിട്ടും ജൂതന്മാരുമായി കരാറുണ്ടാക്കി. രണ്ടു കൂർക്കെട്ടുക്കും അംഗീകരിക്കാൻ പറ്റുന്ന, മദീനയെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിച്ചാല് നമ്മൾ മുസ്ലിങ്ങളാണ്, ജൂതന്മാരാണെന്ന് പറഞ്ഞ് വേർതിരിഞ്ഞ് നിൽക്കലോ, ഒന്നിച്ചു നിൽക്കും. ഇതേപോലെയുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടു. ജൂതന്മാര് കരാറ് ലംഘിച്ചു എന്നത് വേറെ പ്രശ്നം, നബി കരാറിൽ ഏർപ്പെട്ടു എന്നതാണ് നമ്മുടെ തെളിവ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത്, ആ രാജ്യത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ അവരുമായി സഹകരിച്ചുകൊണ്ട്, ഏത് സഹകരണം? നീതിപൂർവമുള്ള സഹകരണം. അങ്ങനെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ആയുധമെടുത്ത് പോരാടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൊണ്ടും ഒരു കാരണവശാലും അത് തെളിയിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും അതേപോലെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ്, ഷഹീദിന്റെ കൂലി കിട്ടണമെന്നൊരാൾ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? ഷഹീദിന്റെ കൂലി കിട്ടണം. മഹാന്മാരായ ബദരീങ്ങൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായതുപോലെ, രക്തസാക്ഷികളായതുപോലെ രക്തസാക്ഷിയാകണം എന്ന ആഗ്രഹമുണ്ടായാൽ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ആഗ്രഹിച്ചാൽ എന്താണ് കുഴപ്പമുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ഈ സമീപനത്തെയും ഈ രീതിയെയും എതിർക്കുവാൻ ഒരു കാരണമുണ്ട്. മുസ്ലിം ലീഗിനെ പോലെ, MSS പോലെ, MES പോലെ, മക്കയെ പോലെ, ഇതേപോലെയുള്ള സംഘടനകളെ പോലെ ഒരു സംഘടനയായിരുന്നുവെങ്കിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എതിർക്കുമായിരുന്നില്ല. കാരണം മുസ്ലിം ലീഗ് അതിലേക്ക് അംഗമാകുന്ന ആളുകൾക്ക്, INL അതിലേക്ക് അംഗമാകുന്ന ആളുകൾക്ക്, MSS MES അതിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നില്ല. ഈ ആദർശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക സംഘടനയാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തകർ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകണം. കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ സംഘടനയുടെ പേര് പറയും. അത് മറ്റൊന്നുമുള്ളത് കൊണ്ടല്ല, കാര്യം വ്യക്തമാകണം. ബഹുമാന്യരായ NDF-ന്റെ സുഹൃത്തുക്കൾ, ആ NDF-ന്റെ സുഹൃത്തുക്കൾ അതിലേക്ക് യുവാക്കളെ ക്ഷണിക്കുമ്പോ, അതിൽ ക്ലാസ്സിലിരിക്കുമ്പോ, ഒന്നാമത്തെ ക്ലാസ് ഇന്ത്യയുടെ മൊത്തമുള്ള അവസ്ഥയും കാര്യങ്ങളും വിശദീകരിച്ച്, രണ്ടാമത്തെ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത നേരത്തെ പറഞ്ഞ ആയത്തോടെ വിശദീകരിച്ച്, മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന് തയ്യാറാണോ, ജിഹാദിന് തയ്യാറാണോ, ഗുഹ്യാവയവത്തിനുള്ളിലേക്ക് ഈർക്കൽ കയറ്റിയാൽ പോലും സഹാബത്ത് യുദ്ധരംഗത്ത് സ്വീകരിച്ചതുപോലെ രഹസ്യം തുറന്നു പറയാതെ ജിഹാദിൽ ഏർപ്പെടാൻ തയ്യാറുണ്ടോ, നല്ലോണം ആലോചിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരൂ എന്ന് പറഞ്ഞ് തിരിച്ചുവിടുമ്പോ ഒരു സുബഹി ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടു പോകരുത്. കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി സുബഹി ജമാഅത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ യുവാക്കളെ തയ്യാറാക്കിയെടുക്കുമ്പോ സഹോദരങ്ങളെ, അവർ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്വർഗം തരും. ഈ പ്രസ്ഥാനത്തിന്റെ മാർഗത്തിൽ, ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ജിഹാദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോയാൽ, നിങ്ങൾ പടഞ്ഞു വീണ് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് പറയുമ്പോ അത് ലീഗിനെ പോലെയുള്ള പ്രസ്ഥാനമല്ല, അത് MSS-നെ പോലെയുള്ള പ്രസ്ഥാനമല്ല, അത് MES-നെ പോലെയുള്ള പ്രസ്ഥാനമല്ല. അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമാണ്, ഒരു ഇസ്ലാമിക സംഘടനയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു ഇസ്ലാമിക സംഘടനയുടെ, ഏതൊരു ഇസ്ലാമിക സംഘടനയുടെയും ആദർശം എന്തായിരിക്കണം? ഇസ്ലാമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. ഇതിൽ സംശയമുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി ആയിരിക്കണം. സംശയമുണ്ടോ? ഇല്ല. എങ്കിൽ സഹോദരങ്ങളെ, സഹോദരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ആയത്തുകൾ സന്ദർഭം നടത്തിയെടുത്തതല്ലെന്ന് കരുതുക. അത് അങ്ങനെ തന്നെയാണെന്ന് സങ്കല്പിക്കുക. സങ്കല്പമാണ് കേട്ടോ, സങ്കല്പം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. എന്താണ്? നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ,
നിങ്ങൾ സലഫിയാകട്ടെ, നിങ്ങൾ ജമാഅത്താകട്ടെ, നിങ്ങൾ കുബൂരിയാകട്ടെ, സമസ്തക്കാരാകട്ടെ, തബ്ലീഗാർ ആരാകട്ടെ, നിങ്ങൾക്ക് ആ സംഘടനയിൽ പ്രവർത്തിക്കാം. പക്ഷെ ഇതിൽ വരുന്ന സന്ദർഭത്തിൽ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെക്കണം. ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പല കാര്യങ്ങൾക്കും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ശിർക്കിനെതിരെ മുജാഹിദുകൾ പൊരുതുന്നുണ്ട്. രാഷ്ട്രീയമായ വിഷയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ തബ്ലീഗ് ജമാഅത്തുകളുണ്ട്. ഇസ്ലാമിന്റെ ഹുർമത്ത് കാത്തു സൂക്ഷിക്കാൻ ഇവിടെ സമസ്തക്കാരുണ്ട്. അതേ സന്ദർഭത്തിൽ ഇസ്ലാം പറഞ്ഞ ജിഹാദിന് ആരുമില്ല. അത് പൂരിപ്പിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് നമ്മൾ എല്ലാവരും പോകണം. ഈ സംഘത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയരുത്. ഈ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദിന്റെ കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ISMന്റെ യോഗം, SSFന്റെ യോഗം, SKSFന്റെ യോഗം, SIOയുടെ യോഗമുണ്ട് 7 മണിക്ക്, ഇതിന്റെ യോഗവുമുണ്ട് 7 മണിക്ക് എങ്കിൽ നിങ്ങൾ ഈ യോഗത്തിനാണ് വരേണ്ടത്. കാരണം ഇത് ജിഹാദിന്റെ പാതയാണ്. അത് 2ാം സ്ഥാനത്തേക്ക് മാറ്റണം. അത് നിർബന്ധമാണ്. അത് 7 മണിക്ക് തന്നെ എത്തിയിരിക്കണം. കാരണം യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കൃത്യനിഷ്ഠ പഠിക്കണം. ആ സന്ദർഭത്തിലെത്തണം. ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചാൽ ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സ്വർഗപാതയിലേക്ക് പോവുകയല്ലേ. ഇതൊക്കെ പൂർണ്ണമായും സത്യമാണെന്ന് മനസ്സിലാക്കി എനിക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ മുന്നോട്ട് വരുന്ന യുവാക്കളെ ഒരാളെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അവർക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ അത് സ്വർഗപാതയാണെന്ന് അവർ ഉറച്ചു മനസ്സിലാക്കുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, ആ ആദർശത്തിൽ പെട്ടുപോയവരെ ഞാൻ ചോദിക്കട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് ഇവിടെയുള്ള വ്യത്യസ്ത സംഘടനകൾ നൽകുന്ന അർത്ഥം എന്താണ്, ആശയം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിമർശകർക്കും എല്ലാവർക്കും അറിയാം. ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്, മരണപ്പെട്ടവരുടെ മുമ്പിൽ പോയി കരയുന്നത്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത്, വഴിപാടുകൾ സമർപ്പിക്കുന്നത് ശിർക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ സ്വർഗമില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ഈ മൗലിദ് മാസത്തിൽ ഇർത്തഖബത്ത് ചൊല്ലിക്കൊണ്ട് നബിയെ പൂജിച്ചാൽ, അബ്ദുൽ മിസ്കീൻ പറഞ്ഞുകൊണ്ട് നബിയോട് പ്രാർത്ഥിച്ചാൽ അവന് സ്വർഗമില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ ശരിയാണ്. നിങ്ങൾ ജാറങ്ങളിൽ പോയിക്കോളൂ, നിലവിളക്ക് കത്തിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. കരഞ്ഞു പ്രാർത്ഥിച്ചോളൂ. റമദാനിന്റെ 27ാം രാവിന് വിശേഷിച്ച് പള്ളി പൂട്ടിയിട്ട് എല്ലാവരും വാഹനത്തിൽ കയറിയിട്ട് മലക്കുകൾ വരുമ്പോ പള്ളി കാലിയായിരിക്കട്ടെ, നിങ്ങളെല്ലാവരും തേനീച്ച അളക്കുന്നത് പോലെ ജാറത്തിലേക്ക് പോകൂ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമാണെന്നാണ് ബഹുമാനപ്പെട്ട സമസ്തക്കാർ പറയുന്നത്. ഇതൊന്നും ഒരു വിഷയമല്ല. അവര് ജാറത്തിൽ പോകട്ടെ, പോകാതിരിക്കട്ടെ. നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇസ്ലാമിക വ്യവസ്ഥിതി ഉണ്ടാക്കുവാൻ വേണ്ടി പാടുപെടുക, ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകൂ എന്നാണ് ജമാഅത്തുകാരന്റേത്. അതേ സന്ദർഭത്തിൽ ഈ വിഷയങ്ങളൊന്നും പ്രശ്നമില്ല. നിസ്കരിക്കണം, നിസ്കരിക്കണം, നിസ്കരിച്ചോനോട് നിസ്കരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലൂടെ പരിവർത്തിക്കൂ എന്നതാണ് വേറെ ചില ആൾക്കാരുടെ ആദർശം. ഇതെല്ലാം കൂടി ഒന്നിൽ വന്നു. ഇവിടെ വന്നാൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. ഇവിടെ വന്നാൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ അതത് വേദികളിൽ പോയി പറയാം. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞാൽ പിന്നെ തല്ല അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. കൃത്യമായ നിയമമാണ്. അത് പാലിച്ചാലേ അംഗമാകൂ. ഒരുത്തൻ അതിന്റെ ഇടയ്ക്ക് തൗഹീദ് പറഞ്ഞാൽ, ഒരുത്തൻ ശിർക്കിലേക്ക് ക്ഷണിച്ചാൽ പുറത്താക്കാതെ ഈ സംഘം മുന്നോട്ട് പോവില്ല. എങ്കിൽ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, രാത്രി 1 മണിക്ക് 2 സഹോദരങ്ങളോട് അമീർ പറയുന്നു, നിങ്ങൾ ഇന്ന സ്ഥലത്തെത്തണം, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഫാസിസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്, ഒരു ഓപ്പറേഷന് തയ്യാറാകണം. അതെ, അമീറിന്റെ നിർദ്ദേശമാണ്. അങ്ങനെ രാത്രി 12-12:30 ആയ സന്ദർഭത്തിൽ അമീർ പറഞ്ഞ സ്ഥലത്ത് വന്ന് നിന്നു. ആ നിന്ന സന്ദർഭത്തിൽ ഒന്നൊരു സലഫി ആദർശമുള്ളവനാണ്, ഒന്നൊരു കുബൂരിയാണ്, കബറുകളിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണ്, റാത്തീബും മൗലൂദും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയവരാണ്. എന്ത് വിഷമുണ്ടെങ്കിലും ഒരു ഫോൺ ചെയ്ത് പറയും, ഒരു കുത്തുബിയത്ത് കഴിക്കണേ, ജോലി കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെ പറയുന്നവനാണ് മറ്റൊരുത്തൻ. ഈ 2 പേരെയും അവിടെ നിർത്തി 12:45 സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റായി മനസ്സിലാക്കിയ ശിർക്കിന്റെ പ്രവർത്തനം ഏർപ്പെടുന്ന സുഹൃത്ത് സലഫി പ്രവർത്തകനോട് പറയാണ്, ഏതായാലും മരിക്കാൻ പോവല്ലേ, ഞാനൊന്ന് ആ ജാറം വരെ പോയി വരാം. ആ സുഹൃത്ത് ഈ സുഹൃത്തിനെ ഒറ്റക്കാക്കി ജാറം വരെ പോകുന്നു. മിണ്ടാൻ പറ്റുമോ? മിണ്ടിയാൽ അവിടെ വിരമലി യുദ്ധാകും. മിണ്ടാൻ പറ്റില്ല. മിണ്ടിയാൽ പ്രശ്നമാണ്, ജിഹാദിനെതിരാണ്, ജിഹാദി നിർദ്ദേശത്തിനെതിരാണ്. അവൻ പോകുന്നു. ജാറത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, ശൈഖേ
ഇത്തരമൊരവസ്ഥയിലാണ് എന്റെ ഉമ്മയും ഉപ്പയാണ് വീട്ടിലുള്ളത്. ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഷഹീദിന്റെ കൂലി തരണമേ, ഇനി അതല്ല രക്ഷപ്പെടുകയാണ് എങ്കിൽ അങ്ങനെയാക്കി തരണമേ എന്നൊക്കെ ഷെയ്ഖിനോട് പറഞ്ഞ് തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന 200 രൂപ ആ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് ഷെയ്ഖിന്റെ പേരിൽ നേർച്ച കൊടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ് സഹോദരൻ. ആ സന്ദർഭത്തിൽ സലഫി പ്രവർത്തകന് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ല. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഇതിൽ പറയാൻ പാടില്ല. ശരി, ഈ 2 പേരും ഒരു ഓപ്പറേഷന് പോയി. ആ 2 പേരും മരിച്ചാൽ സഹോദരങ്ങളെ, ആ 2 പേർക്കും സ്വർഗം കിട്ടുമെങ്കിൽ ഈ സദസ്സിൽ വന്ന നമ്മളെല്ലാവരും, വിശ്വാസികളെല്ലാവരും അടിയന്തിരമായി NDF-ൽ ചേരണം. കാരണം സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ക്യാമ്പയിൻ പലർക്കും ഒരു പക്ഷേ വിയോജിപ്പുണ്ടാകാവുന്ന, വളരെ വിഷമത്തോടുകൂടി ഈ കാര്യങ്ങളെ വീക്ഷിക്കുന്നവരുടെ വിഷമം പോലും സഹിച്ചുകൊണ്ട് ഈ സംസാരം നടത്തുന്നത് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ സ്വർഗത്തിനുള്ള പാത അതാണെങ്കിൽ നമ്മളെല്ലാവരും അതിൽ ചേരണം. പക്ഷേ ജാറത്തിൽ പോയാൽ അത് നരകപാതയാണെന്ന് വിശ്വസിക്കുക, ജാറത്തിൽ പോയാലേ സ്വർഗം കിട്ടൂ എന്ന് വിശ്വസിക്കുക, ഈ 2 ആൾ കൂടി കിട്ടുന്ന സ്വർഗം ഏതായാലും പരലോകത്തില്ല. ജാറത്തിൽ പോകുന്നവനും പോയാ ശിർക്കാണ് എന്ന് പറയുന്ന 2 ആൾക്കും കിട്ടുന്ന ഒരു സ്വർഗം ഏതായാലും പരലോകത്തില്ല. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, വേദനയോടുകൂടി പറയുകയാണ്. ഒരു സുഹൃത്തനോട് പറയുകയുണ്ടായി, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കാര്യം നടക്കുമോ എന്ന് പറഞ്ഞാൽ, മരിച്ചിട്ട് സ്വർഗത്തിൽക്കോ നരകത്തിൽക്കോ എങ്ങോട്ടോ പോകട്ടെ, നമ്മുടെ ഉടലിന്റെ മുകളിൽ തല അവിടെ നിൽക്കണം. അതല്ല അതിന്റെ അർത്ഥം. നരകവും സ്വർഗവും ഒക്കെ നിസ്സാരമായ കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ കാര്യം നടക്കൂല. കാര്യം നടക്കണം. കാര്യം സ്വർഗം കിട്ടലാണ്. കാര്യം നരകരക്ഷയാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കണം. ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ അലയൊലി ഉണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വ്യത്യസ്ത അർത്ഥങ്ങൾ പറയുന്ന എല്ലാവർക്കും നാളെ പരലോകത്ത് ആരാണ് സ്വർഗം കൊടുക്കുക? ഒരിക്കലും അള്ള പറഞ്ഞ സ്വർഗം അവിടെ ഇല്ല, ഈ പറഞ്ഞ രൂപത്തിലുള്ള സ്വർഗം അവിടെ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാകുമ്പോൾ അതിനൊരു ആദർശം ഉണ്ടായിരിക്കണം. ആ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കാൻ സാധിക്കുമോ? അടുത്തത് മുഹമ്മദുൻ റസൂലുള്ളയാണ്. എന്താണ് പറയുന്നത്? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സുന്നത്തും ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകും. ആ വീക്ഷണങ്ങൾ, നിങ്ങൾ ഒരു സലഫി ആദർശമുള്ള സ്ഥലത്താണ് നമ്മുടെ ക്യാമ്പ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ 3 ദിവസം നിങ്ങൾ ആ ക്യാമ്പിൽ നടക്കുമ്പോൾ ഒരിക്കൽ പോലും സുബഹി ജമാഅത്തിന്റെ കുനൂത്ത് ഉപേക്ഷിച്ചിട്ടില്ലാത്ത, ആ പള്ളിയിൽ പോകാത്ത, കൂട്ടപ്രാർത്ഥനയിൽ കൃത്യമായി പങ്കെടുക്കുന്ന നീ ഒരു സലഫി പ്രസ്ഥാനത്തിന് സ്വാധീനമുള്ള സ്ഥലത്താണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ആ സുന്നത്ത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിച്ചുകൊണ്ട് കുനൂത്തില്ലാതെ നിസ്കരിച്ചു കൊള്ളണം. കൂട്ടപ്രാർത്ഥന ഇല്ലാതെ നമസ്കാര ശേഷം ഒറ്റക്ക് പ്രാർത്ഥിച്ചു കൊള്ളണം. ലക്ഷ്യം ആണ് വലുത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തർക്കിക്കരുത്. മഹാനായ റസൂലുള്ള കുനൂത്ത് ഓതിയിട്ടില്ല, അതൊരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഹനഫി ഇമാം കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹദീസ് ലൈഫാണ് എന്ന കാര്യം ഷാഫി പണ്ഡിതന്മാർക്ക് പോലും വിവരമുള്ളവർക്കറിയാം എന്ന് മനസ്സിലാക്കിയ ഒരു സലഫി, അതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെല്ലാവരും ആമീൻ പറയുകയും ചെയ്തു എന്നത് ഒരു ലൈഫായ ഹദീസ് പോലും ഇല്ല എന്ന് വാദിക്കുകയും അതിന് തെളിവ് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സലഫി, നീ ഈ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ബിദ്അത്ത് ചെയ്യണം. കാരണം സമൂഹത്തിന്റെ ഐക്യമാണ് പ്രധാനം. സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടി സുന്നത്തും ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഈ കാര്യം മൊത്തത്തിലൊരു വിശാല ചിന്ത എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന പൈശാചികമായ ആ ചിന്തക്ക് നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കാവുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം സഹോദരങ്ങളെ ഈ സദസ്സിൽ വെച്ച് ഈ നിലപാട് മാറ്റാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിലപാട് കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ
ഇപ്പോൾ തന്നെ നിലപാട് മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ സമയത്തുള്ള ഒരു ദിക്ർ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. വിശാലമായ അല്പം ദൈർഘ്യമുള്ള ഒരു ദിക്റാണ്. ആ ദിക്റിന്റെ സമാപന ഭാഗം ഇങ്ങനെയാണ്: ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. സ്വഹാബത്തിന്റെ പ്രത്യേകത, ഇൽമ് കിട്ടിയാൽ അവർ അപ്പോൾ തന്നെ കരഗതമാക്കും, കാണാതെ പഠിക്കും, ചോദിച്ചറിയും. അതവരുടെ സ്വഭാവമാണ്. ആ സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു സഹാബി, ഒരു അനുചരൻ ഇത് കാണാതെ പഠിച്ച് മഹാനായ റസൂലുള്ളാഹിക്ക് തിരിച്ചു ചൊല്ലിക്കൊടുത്തു. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് ബഹുമാന്യനായ സഹാബി തന്റെ അനുചരൻ പറഞ്ഞെടുത്ത് ചെറിയ ഒരു അബദ്ധം പറ്റി. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് വബിറസൂലികല്ലദീ അർസൽത എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന, ഈ കാസറ്റ് കാണുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അഭിപ്രായം എന്താ? ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് വബിറസൂലികല്ലദീ എന്ന് മഹാനായ റസൂലുള്ളാഹിയുടെ അനുചരൻ പറഞ്ഞു. വല്ല കുഴപ്പവുമുണ്ടോ? ഇപ്പോഴും നമ്മുടെ മാനസികാവസ്ഥയിൽ പലരും നമ്മെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള, ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ പറയുന്നു പ്രശ്നമൊന്നുമില്ല. കാരണം നബിയും റസൂലും ഒന്നു തന്നെയാണ്. ഒരർത്ഥത്തിൽ നബിയേക്കാൾ കുറച്ചുകൂടി നല്ല പദമാണ് റസൂൽ. എങ്കിൽ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തെക്കാൾ ആ മഹാനായ പ്രവാചകനെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഹംദ് ചൊല്ലിക്കഴിഞ്ഞ്, അഥവാ ഈ ദുആ ചെയ്യുന്ന അവസ്ഥയിൽ, ഈ വിശ്വാസി എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടാൻ കാരണം അല്ലാഹുവാണ്. അൽഹംദുലില്ലാഹ്, നാഥാ നിനക്ക് സ്തുതി. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് മുമ്പ്, അതെ, നമ്മളാകുന്ന വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയണം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത്രയും റസൂലുള്ളയെ നമ്മൾ സ്നേഹിച്ചിരിക്കണം. ആ മഹാനായ റസൂലുള്ള പറഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് മാനസികമായ വല്ല വിയോജിപ്പുമുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മഹാനായ റസൂലുള്ള ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നിടത്ത് വബിറസൂലികല്ലദീ എന്നായപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലാ വബിനബിയികല്ലദീ അർസൽത, പറ്റില്ല. ഞാൻ നബി എന്ന് പഠിപ്പിച്ചെടുത്ത് നബി എന്ന് തന്നെ ചൊല്ലണം, റസൂൽ എന്നാകാൻ പറ്റില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാട് ഇതാണെങ്കിൽ ഈ സദസ്സ് സാക്ഷി നിർത്തി നാളെ പരലോകത്ത് നമ്മുടെ ഓരോ കർമ്മങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലാകണമെന്ന കാര്യത്തിൽ നമുക്കാർക്കെങ്കിലും തർക്കമുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ബാങ്ക് കേട്ടവരെ, ആ ബാങ്ക് കേട്ട സന്ദർഭത്തിൽ ആവർത്തിച്ച് ചൊല്ലിയവരെ, മഹാനായ റസൂലുള്ളാഹിയുടെ പേരിൽ അത്തഹിയാത്തിൽ ആവർത്തിച്ച് ഷഹാദത്ത് ചൊല്ലുന്ന സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ള നബി എന്ന പദം റസൂൽ എന്നാക്കി മാറ്റാൻ പറ്റില്ലെങ്കിൽ കുനൂത്ത് തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കണം, അല്ലെങ്കിൽ അത് ഓതണം എന്ന് പറയുമ്പോൾ സാരമില്ലെന്ന് പറയാൻ മഹാനായ റസൂലുള്ളയേക്കാൾ ദീനറിയുന്നവരാണോ സഹോദരങ്ങളെ ഇവർ? അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹമ്മദും റസൂലുള്ളയിലും ഇവർ തെറ്റിയിരിക്കുന്നു. മുഹമ്മദും റസൂലുള്ളയിലും ഇവർ തെറ്റിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ബഹുമാന്യരായ ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരാദർശ യുദ്ധത്തിന് അവർ തയ്യാറെടുത്തേ പറ്റൂ. അത് തയ്യാറെടുക്കാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൊണ്ട് ഒരു രക്ഷയുമില്ല. അവർ ഒരിക്കൽ പറയുകയുണ്ടായി, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്. നബിയും സഹാബത്തും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല. പ്രബോധനത്തിന്റെ താളുകളിലൂടെ ജനങ്ങളെ പഠിപ്പിച്ചതാണ്. ഒന്നാമത്തെ വാചകം കൊണ്ട് വിശ്വാസിക്ക് മതി, അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും ഒറ്റക്കാണ് പ്രാർത്ഥിച്ചത്, പിന്നെ അവന്റെ വക. എന്നാൽ കൂട്ടായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഈ ലേഖകൻ കരുതുന്നില്ല. ഈ ലേഖകന്റെ കരുതലിന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? ഈ ലേഖകന്റെ തറവാട് സ്വത്താണോ ഇസ്ലാം എന്നത് ഞാൻ തറവാടിത്തം പറഞ്ഞതല്ല, അതിനെ ചോദ്യം ചെയ്തതല്ല.
ഗൗരവം മനസ്സിലാകാൻ വേണ്ടി ചോദിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കൃത്യമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ. ആ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ മാറ്റിമറിക്കാൻ പറ്റില്ല. ഒന്നുകിൽ കുനൂത്തുണ്ട് സുബൈക്ക്, അല്ലെങ്കിൽ കുനൂത്ത് ഇല്ല. ഒന്നുകിൽ കൂട്ടപ്രാർത്ഥന ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഉണ്ടണം, ഉണ്ടണ്ട, ഇതൊന്നും ഇസ്ലാമിലില്ല. അതുകൊണ്ട് കൃത്യമായ നിലപാടായിരിക്കണം. അപ്പോൾ സുന്നത്തിനെതിരായി ഒരു കാര്യം ബിദ്അത്താണെന്ന് മനസ്സിലായിട്ടും അത് ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? വെള്ളിയാഴ്ച കേൾക്കുന്നില്ലേ, കുല്ല ദലാലത്തിൻ ഫിന്നാർ. ആ ബിദ്അത്തുകളൊക്കെ വഴികേടുകളാണ്. ആ വഴികേടുകൾ നരകത്തിലേക്കാണ്. നരകം വാങ്ങിയാലും പ്രശ്നമില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ രക്ഷപ്പെടണമെന്നാണോ സഹോദരങ്ങളെ? എന്താണ് ഈ പറയുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? വൈകാരികത വിജയിക്കുകയാണ്, സാമുദായികത വിജയിക്കുകയാണ്. സാമുദായികത തലയിൽ കയറിയിട്ട് ഇസ്ലാം താഴോട്ട് പോയി. 12:25 തുടങ്ങിയതാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ ബാബരി മസ്ജിദ് തകർന്ന വിഷയം അത് ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. മീററ്റിന് മുമ്പത്തെ കലാപം, അതിനിടയ്ക്ക് ലൊഹർ കഴിഞ്ഞു. ലൊഹർ ജമാഅത്ത് കഴിഞ്ഞ ആൾക്കാർ പോയി. 3 കഴിഞ്ഞ അസറിന്റെ സമയമായി. ലൊഹർ കഴിഞ്ഞപ്പോഴും ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രശ്നം തീർന്നിട്ടില്ല. ആലോചിച്ചു നോക്കൂ, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സാമുദായികതക്കല്ല, ഇസ്ലാമിനാണ് പ്രാധാന്യം സഹോദരങ്ങളെ. അതുകൊണ്ട് വിഷയത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ നിലപാടിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ബദർ, ഉഹുദ്, ബോംബെ നമുക്ക് പരിചയമുള്ള പദമാണ്. ക്ലാസ് കേട്ടവർക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാകും. ബദർ, ഉഹുദ്, ബോംബെ. ബദറിലെയും ഉഹുദിലെയും പോരാട്ടങ്ങളെ സമാനമായി അവതരിപ്പിച്ചതാണ് ബോംബെയിലെ കലാപം. സഹോദരങ്ങളെ, ഇവിടെ ബദരീങ്ങളെ വല്ലാതെ തെറി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബദരീങ്ങളെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്. ബദരീങ്ങളുടെ മാർഗത്തെ ചവിട്ടിത്തേക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ബദർ ഉണ്ടായതെന്ന് അബൂജഹലിന്റെ പ്രാർത്ഥന കൊണ്ട്, അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മനസ്സിലാകും. നമുക്കത് വിശദീകരിക്കാൻ സമയമില്ല. മഹാന്മാരായ ബദരീങ്ങൾ ആ മുശ്രിക്കുകളുമായി ഏറ്റുമുട്ടേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ലാത്തെ എന്ന് വിളിക്കുന്ന പ്രശ്നമില്ല, ഉസ്സ എന്ന് വിളിക്കുന്ന പ്രശ്നമില്ല, ഇബ്രാഹിം നബിക്കും ഇസ്മായിലിനും നേർച്ച വഴിപാടുകൾ കൊടുക്കുന്ന പ്രശ്നമില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. എന്താ അവർ പറഞ്ഞത്? മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഞങ്ങളെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞങ്ങൾ ഇബ്രാഹിം നബിയെ വിളിക്കുന്നില്ല. വയഖൂലൂന ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്. ഇവർ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശ ചെയ്യും, അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത്. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹു ഖാലൂ ബൽ നത്തബിഉ മാ വജദനാ അലൈഹി ആബാനാ. ഞങ്ങളെ വാപ്പാരൊക്കെ അങ്ങനല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ ശത്രുക്കള്, നമ്മുടെ ശത്രുക്കള്, നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോൾ മുശ്രിക്കീൻ എന്ന് പറയുമ്പോൾ പറയുന്ന മക്കയിലെ മുശ്രിക്കുകള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ മറുപടിയാണ്, ഞങ്ങളെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ, ഞങ്ങളെ അല്ലാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തു തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആരാധിച്ചപ്പോ, പ്രാർത്ഥിച്ച നേർച്ചകൾ കൊടുത്തപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. സഹോദരങ്ങളെ, ആ ബദറിൽ പങ്കെടുത്തവരല്ലേ, അതുമായി ബന്ധപ്പെട്ടവരല്ലേ ബദരീങ്ങൾ. എന്നാൽ എന്താണ് ബോംബെയിൽ നടന്നത്? ബോംബെയിൽ എന്താണ് നടന്നത്? ബദറിൽ ഇരുഭാഗത്തുമുള്ള ആളുകളെ പരിശോധിക്കൂ. ഇനി ബോംബെയിൽ ഇരുഭാഗത്തുമുള്ള ആളുകളെ പരിശോധിക്കൂ. എന്തിന്റെ പേരിലാണ് ബോംബെ ഉണ്ടായത്? ഏതായിരുന്നു ആ വിഷയം? അവിടെ ഏറ്റുമുട്ടിയത് ആര് തമ്മിലാണ് സഹോദരങ്ങളെ? അവിടെ ഒരു ഭാഗത്ത് മഹാന്മാരായ ഹൈന്ദവരുടെ അവരുടെ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകള്, ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അതേപോലെയുള്ള ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആരാണെന്ന് സഹോദരങ്ങളെ, ബോംബെ കലാപത്തിന്റെ അനന്തരമായി അവിടെ നടന്നിട്ടുള്ള പച്ചയായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. ബോംബെ കലാപവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം, ആ ചോദ്യം എന്നെ തകർക്കാനല്ല, എന്നെ ചോദ്യം ചെയ്യാനല്ല, അറിയാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ബോംബെ കലാപത്തിൽ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയത്, ആ കലാപത്തിൽ മുസ്ലിങ്ങൾ സഹിക്കേണ്ടത് തന്നെയായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം മനസ്സിന് വരുന്നെങ്കിൽ ഞാൻ പറയുന്നു, അല്ല. ബോംബെ കലാപത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്താണ് വിശ്വാസികൾ നിൽക്കേണ്ടത്, നിന്നിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ നീതിബോധമുള്ള മനുഷ്യരും നിൽക്കേണ്ടത് അങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് ഒരു മുസ്ലിം അല്ലല്ലോ അത് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കലാപമാണ് ബോംബെയിൽ നടന്നത് എന്നാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരെയും നേരെ നിർത്തിയിട്ട് വെടിവെച്ചു കൊല്ലുക തുടങ്ങിയ ക്രൂര കൃത്യങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ വിഷയം എന്താണ്? ഏതുപോലെ
തമിഴ്നാട്ടിൽ ഹരിജനങ്ങളെ മലം തീറ്റിച്ചു. നമ്മൾ ഹരിജനങ്ങളോടൊപ്പമാണ് അവിടെ. നീതിയുടെ, സത്യത്തിന്റെ, ന്യായത്തിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ പ്രശ്നം ബദറിനോട് തുലനം ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ബോംബെ കലാപം കഴിഞ്ഞ് കൊള്ള ചെയ്യാനുള്ളത് മുഴുവനും കൊള്ള ചെയ്തുകൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മുസ്ലിം കുടുംബങ്ങളെ ഉപേക്ഷിച്ച് അവിടെയെല്ലാം നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾ, അക്രമങ്ങൾക്ക് വിധേയരായ മുസ്ലിങ്ങൾ, കാലൊടിഞ്ഞവർ, കൈയൊടിഞ്ഞവർ, വീട്ടിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ അവശേഷിച്ച മുസ്ലിങ്ങള്, കലാപകാരികളെല്ലാം മാറിയ സന്ദർഭത്തിൽ ബോംബെ തെരുവീതിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കടലെ കുന്തി നിൽക്കുന്ന അബ്ദുറഹിമാൻ ബാബയുടെ ദർഗയുടെ അടുത്തേക്ക് അവർ നീങ്ങുകയാണ്. ആ സ്റ്റെപ്പിലെത്തുമ്പോൾ തന്നെ അവിടെ സുജൂദ് ചെയ്ത് ആ ജാരത്തിലെത്തിക്കൊണ്ട്, ബാബയെ നീ ഇത് കണ്ടില്ലേ, നീ ഞങ്ങളെ രക്ഷിച്ചില്ലേ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചവരായിരുന്നു ബോംബെ കലാപത്തിൽ പങ്കെടുത്തതിന് ശേഷം, ആ കലാപത്തിന് വിധേയരായതിനു ശേഷം അവശേഷിച്ച മുസ്ലിങ്ങൾ. സഹോദരങ്ങളെ, ഈ മുസ്ലിങ്ങളെ ആലോചിച്ച് നോക്കി. ഇത്രമാത്രം പീഡനങ്ങൾക്ക് വിധേയമായിട്ടും, ഒന്നിച്ചു മുച്ചൂടം നശിപ്പിക്കുന്ന ആക്രമണത്തിന് വിധേയമായിട്ടും ബോംബെയിലെ ഒരു പള്ളിയിലേക്ക് കയറിക്കൊണ്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച്, പടച്ചോനെ നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത, അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത, ബോംബെയിലെ ഇസ്ലാം അറിയാത്ത പാവപ്പെട്ട മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അവരെയും ആ ബദറിൽ പങ്കെടുത്ത ശുഹദാക്കന്മാരെയും എങ്ങനെയാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ തോന്നുന്നത്? അതുകൊണ്ട് അതൊരു സാമുദായിക കലാപമാണ്. ബദർ ഒരു ഇസ്ലാമിക യുദ്ധമാണ്. ബോംബെയിൽ നടന്നത് ഒരു സാമുദായിക കലാപമാണ്. 2 ഭാഗത്തും ശിർക്കിന്റെ ആളുകളുണ്ട്. മലക്ക് എങ്ങോട്ടാ ഇറങ്ങുക? ബദറിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ മഹാനായ റസൂലുള്ളയും സഹാബത്തും ജയിച്ചത്? എങ്ങനെയാണ്? വിശദീകരിക്കേണ്ടതില്ല. ആയുധശക്തി കൊണ്ടല്ല, മുറിഞ്ഞ വാളും ഒട്ടിയ വയറുമാണ് അവരുടെ അടുത്തുള്ളത്. അതായിരുന്നു ആ ഘട്ടം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി. മനുഷ്യരൂപത്തിൽ മലക്കുകൾ ഇറങ്ങി. ഇരട്ടിക്കരട്ടിയായി ശത്രുക്കൾക്ക് തോന്നി. അപ്പോൾ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണ്ടേ? അല്ലാഹുവിന്റെ സഹായം എങ്ങനെയാണ് ഉണ്ടാവുക? അവന്റെ കലിമത്തുന്നതമാക്കുന്ന അവന്റെ അഖീദ കൃത്യമായി സ്വീകരിച്ചവർക്കല്ലേ അത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ബദർ, ഉഹുദ്, ബോംബെ എന്ന് പറയരുത്. പക്ഷെ പറഞ്ഞു പഠിപ്പിച്ചു. ആ ആവേശം കയറ്റി. ആ ആവേശം കയറ്റിയൽ ദീനിയായ തെറ്റുണ്ട്. ഒരു സംഘടന മറ്റൊരു സംഘടനയെ എതിർക്കുകയല്ല സഹോദരങ്ങളെ. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഇന്ന് കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നിന്ന് ചിന്തിക്ക്, ഒന്ന് ആലോചിക്ക്, ഒന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിക്ക്. ബദറിനെയും ബോംബെയെയും, ബദറിനെയും മീററ്റിനെയും, ബദറിനെയും അലഹാബാദിനെയും ഒരേ തരത്തിൽ എണ്ണാൻ പറ്റുമോ? വിഷയം ഒന്നായിരുന്നോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കൂ. അല്ല എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ സഹോദര, നീ പിഴച്ച ഒരു മാർഗത്തിലാണുള്ളത്. നിന്റെ യുവത്വം, നിന്റെ പണം, നിന്റെ പലതും പിഴച്ച ഒരു മാർഗത്തിലേക്കാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. ഒരേ ഒരു ജീവിതം. ആ ജീവിതത്തിൽ സ്വർഗപാതയിലേക്ക് എത്താനോ ഒരേ ഒരു മാർഗമേയുള്ളൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ പടച്ചവനെ നീ ഞങ്ങളെ വഴിചേർക്കണമേ. സൂറത്തു ദുആ എന്ന സൂറത്തുൽ ഫാത്തിഹക്ക് പേര് കിട്ടാൻ കാരണമായത് ഈ ഒരൊറ്റ പ്രാർത്ഥനയാണ്. ഏതാണ് ആ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ പാതയിൽ. ആ ഒരൊറ്റ പാത, സുബുലുകളില്ല. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങൾ സ്വീകരിക്കരുത്. ഒരൊറ്റ മാർഗമേ സ്വർഗപാതയുള്ളൂ. ആ മാർഗം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗമാണ്, പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗമാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ് എന്നത് തെറ്റായവരുടെ ആദർശമാണ്. ഒന്നേ ശരിയുള്ളൂ, ഒരൊറ്റ മാർഗമേ ശരിയുള്ളൂ. മഹാനായ റസൂലുള്ള ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരകളുണ്ട്. നിങ്ങൾ ഈ ഒരു പാതയിൽ മുന്നോട്ട് പോകണമെന്ന് ഉദാഹരണം വെച്ച് കാണിച്ചു തന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ചിന്തിക്കണം. ഇത് ആഖിറത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇതിവിടുത്തെ കേവലം സംഘടനാപരമായ എതിർപ്പുകളല്ല, പക്ഷപാതിത്വമല്ല. ഇത് തീർച്ചയായും ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ വിയർപ്പ് എന്തിനു വേണ്ടി ഒഴുക്കണം? നമ്മൾ ഏത് പ്രസിദ്ധീകരണം ചേർത്തണം? നമ്മൾ ആർക്കു വേണ്ടി വാദിക്കണം?
സമ്പാദിക്കണം, നമ്മൾ ഏത് ജിഹാദിൽ ഏർപ്പെടണം എന്നത് നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അപ്പോൾ ആക്രമണത്തിന് വിധേയമായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ അനിയനെ, നമ്മുടെ ഉമ്മയെ ഒരാൾ വെടിവെച്ചു കൊന്നു എന്ന് കരുതുക, കുത്തിക്കൊന്നു എന്ന് കരുതുക. അത് ചെയ്തത് ഇന്ന ആളാണെന്ന് നമുക്കറിയാം. എങ്കിൽ സഹോദരങ്ങളെ, ആ ചെയ്ത ആളെ പോയി നമുക്ക് കുത്തിക്കൊല്ലാമോ? സലഫികളോട് ചോദിക്കണ്ട, ഇസ്ലാമികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചവരോട് ചോദിക്കൂ. നമുക്ക് അയാളോട് പ്രതികാരം വീട്ടാമോ? പാടില്ല, പാടില്ല. അവിടെയുള്ള ഇസ്ലാമികമായ ഗവൺമെന്റാണ് അവിടെ ഉള്ളതെങ്കിൽ ആ ഗവൺമെന്റിന്റെ അടുത്ത് നമുക്ക് പരാതി കൊടുക്കാം, എന്നിട്ട് ആ വിഷയങ്ങൾ പറയാം. പക്ഷേ കൊന്നത് നമ്മൾ മാത്രമാണ് കണ്ടത്, ആ സാക്ഷ്യം കോടതി സ്വീകരിച്ചില്ല എന്ന് കരുതുക. നമ്മുടെ ഉമ്മയെ വെടിവെച്ചു കൊന്നവനെ ഇസ്ലാമിക കോടതി വെറുതെ വിട്ടാൽ നമ്മളത് സഹിക്കുകയേ രക്ഷയുള്ളൂ. ഇസ്ലാമിന്റെ നിയമം അതാണ്. യഥാർത്ഥമായ കോടതി വരാനുണ്ട്, മാലിക് യൗമിദ്ദീൻ. ആ കോടതിയിൽ വെച്ചതിന് ശിക്ഷ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ അവിടെ ആയുധമെടുത്ത് പട്ടാളത്തിന്റെ പോലീസിന്റെ പണിയെടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. പലപ്പോഴും അപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ടേ, ഒന്നും പ്രതികരിക്കണ്ടേ? വ്യക്തിപരമായ പ്രതിരോധം ഇതിന് വ്യത്യസ്തമാണ്. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ആക്രമിക്കാൻ വരുന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ച് നമ്മ നേരെ കൊടുവാളുമായി വന്നാൽ നമുക്ക് പ്രതിരോധിക്കാം. എല്ലാ രാജ്യത്തുള്ള നിയമങ്ങളും സ്വയം പ്രതിരോധം അവിടെ അനുവദിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഒരു സംഘമായി ചേർന്നുകൊണ്ട് ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവിടെയും ഇവിടെയും പോയി അതിന് അവിടെ ഒരാളെ കൊന്നോ, അവിടെ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തരത്തിലുള്ള സമീപനം ഒരിക്കലും ഇസ്ലാമല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്തരം സമീപനങ്ങൾ ഇവിടെ വരുത്തി വെച്ചിട്ടുള്ള അപകടങ്ങളെ കുറിച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഒരു ആഴ്ച ഒരു വാർത്ത നിങ്ങൾ വായിച്ചിരിക്കും. കണ്ണൂർ ജില്ലയിലെ കുടുക്കിമൊട്ട എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഒരു പിഞ്ചു ബാലികയെ, 6 വയസ്സുള്ള ഒരു കുട്ടിയെ 18 വയസ്സുള്ള ഒരു യുവാവ് മാനഭംഗപ്പെടുത്തി. ആ കുട്ടി ബോധം കെട്ടുപോയി. മരിച്ചു എന്ന് കരുതി മുന്നോട്ട് നീങ്ങിയപ്പോ കാലൊന്ന് ഇളകുന്നത് കണ്ടു. ഒരു വലിയ കല്ലെടുത്ത് തലയിലിട്ട് ആ പിഞ്ചു കുട്ടിയെ കൊന്നുകളഞ്ഞു. കേൾക്കുമ്പോൾ നമുക്ക് നടുക്കമില്ലേ? സംഭവിച്ചതാണ് സഹോദരങ്ങളെ, സംഭവിച്ചതാണ്. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വീട്ടിലുള്ള ആ സംവിധാനങ്ങളുണ്ടല്ലോ, ആ TV സംവിധാനം, അത് തിന്മക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ ഉത്തമമായൊരു ഉദാഹരണമാണിത്. സമൂഹം, യുവാക്കളും വിദ്യാർത്ഥികളും എങ്ങോട്ട് നീങ്ങുന്നു കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ആ യുവാവ് കൊന്നു. കൊല്ലപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്, കൊന്നത് ഒരു ഹൈന്ദവ സഹോദരനാണ്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവനെ പിടിക്കണം, അവനെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് മാത്രമേ ഈ സദസ്സിലൂടെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ മറ്റൊരു ചിന്ത വന്നു. എന്താണ് ചിന്തയെന്നറിയാമോ? ആ മാനഭംഗപ്പെടുത്തിയ 18 വയസ്സുകാരന്റെ വീടിന് തീ വെക്കണം, വീടിന് തീ വെക്കണം. ജിഹാദിന്റെ സമയമായിരിക്കുന്നു. കണ്ടില്ലേ, നേരത്തെ കേട്ട ക്ലാസുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. മീററ്റിലെ പെൺകുട്ടിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഓർമ്മ വരികയാണ്. രോമം എടുത്തു പിടിച്ച ആ ക്ലാസ് ഓർമ്മ വരികയാണ്. എങ്കിൽ നമ്മളല്ലേ ഇവിടുത്തെ യൂണിറ്റ്, നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? അങ്ങനെ വീടിന് തീ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടുത്തെ മഹല്ല് കമ്മിറ്റി അടക്കം ആ സ്പോട്ടിൽ തന്നെ ഇടപെടുകയും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും പോലീസ് ബറ്റാലിയനുകൾ അവിടുത്തെ ഓരോ വീട്ടിന്റെയും കാവൽ നിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയതുകൊണ്ട് മാത്രം നല്ല തരത്തിലുള്ള മുസ്ലിം ഹൈന്ദവ ബന്ധം നിലനിൽക്കുന്ന ആ പ്രദേശത്ത് മറ്റു കുഴപ്പങ്ങൾ ഉണ്ടായില്ല. സഹോദരങ്ങളെ, എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത്? ആ വീടിനെങ്ങാനും തീ വച്ചിരുന്നു എന്ന് കരുതുക. നമ്മൾ മനസ്സിലാക്കണം, ഈ 18 വയസ്സായ ആ കുട്ടിയെ ശിക്ഷിക്കണമെന്ന കാര്യത്തിൽ ആ 18 വയസ്സുകാരനായ കുട്ടിയുടെ മാതാവിന് പോലും സംശയമില്ല എന്നതാണ് പ്രശ്നം. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ആ മാതാവിനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയും ഒന്നിച്ചെതിർത്ത ഒരു തിന്മയാണത്. പക്ഷേ ചിന്തിച്ചത് എങ്ങനെയാണ്? എവിടുന്ന് കിട്ടി സഹോദരങ്ങളെ? തീ വെച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. പ്രതികരണങ്ങളെക്കുറിച്ചുണ്ടാകുന്ന അതിന്റെ പ്രതിഫലനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പുന്നാടും ഇരിട്ടിയും നമുക്ക് പരിചയമുള്ള പ്രദേശങ്ങളാണ്, നമുക്ക് കേട്ട് പരിചയമുള്ള പ്രദേശങ്ങളാണ് അല്ലേ? മുഹമ്മദിനെ കൊന്നു, പിന്നീട് അശ്വിനി കുമാറിനെ കൊന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന നാടാണത്. പക്ഷേ ആ നാട്ടിലുള്ള
പാവപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കൂ, രക്ഷിതാക്കള് ഡോക്ടർ അടുത്ത് പോകാൻ മകനില്ലാതെ പ്രയാസപ്പെടുകയാണ്. മകൻ ഒളിവിലാണ്, പെങ്ങളെ മോനും ഒളിവിലാണ്. അവരൊക്കെ NDF-ന്റെ പ്രവർത്തകരാണ്. ഇപ്പൊ മോനെ വാപ്പാനെ നോക്കാൻ ആളില്ല, ഉമ്മാനെ നോക്കാൻ ആളില്ല. ഈ തരത്തില് ആ പ്രദേശത്ത് നിങ്ങൾ പോയി നോക്കൂ സഹോദരങ്ങളെ. ന്യൂനപക്ഷ തീവ്രവാദവും ഭൂരിപക്ഷ തീവ്രവാദവും ഏറ്റുമുട്ടിയപ്പോ കഷ്ടപ്പെടുന്നതാർ പാവപ്പെട്ട മുസ്ലിം ഉമ്മമാർ, പാവപ്പെട്ട മുസ്ലിം ഉപ്പമാരാണ്. ഈ പുന്നാട് പ്രദേശത്തു നിന്നും നമുക്ക് വിറ്റ് എങ്ങോട്ടെങ്കിലും പോകാം എന്ന് കരഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ. ഈ അവസ്ഥ ഇനി ഞാൻ ചോദിക്കട്ടെ, ഫാസിസത്തെ എതിർക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്വേഷിക്കൂ സഹോദരങ്ങളെ. കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഫാസിസ്റ്റുകൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ അവരുടെ സീറ്റുകൾ എത്ര വർദ്ധിച്ചു? സീറ്റുകൾ വർദ്ധിച്ചു. അവർക്ക് ആഹ്ലാദമാണ്, സന്തോഷമാണ്. എന്താണ് അവർ ചെയ്യുന്നറിയാമോ? മുസ്ലിം യുവാക്കളെ വിളിച്ചു ചേർത്ത് മുസ്ലിം കുടുംബയോഗങ്ങൾ ചേർന്നുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം, നമ്മൾ നോക്കി നിന്നാൽ ശരിയാവില്ല. അതെ, ചേർന്ന് തുടങ്ങി ഹൈന്ദവ യോഗങ്ങൾ, ഹൈന്ദവ കുടുംബയോഗങ്ങൾ. അവരൊറ്റക്കെട്ടായി. അതോടുകൂടി UDF-ഉം ഇല്ല, LDF-ഉം ഇല്ല. പിന്നെ പഞ്ചായത്ത് മെമ്പറായി ജയിക്കുന്നത് ഫാസിസ്റ്റിന്റെ ആളുകൾ. നോക്കൂ, ഇസ്ലാമിന്റെ പ്രസംഗം കൊണ്ട്, ഇസ്ലാമിന്റെ നിലപാട് കൊണ്ട് ഫാസിസത്തിന് മെമ്പർഷിപ്പ് കൂടുകയോ ഫാസിസത്തിന് അധികാരം ലഭിക്കുകയോ ഇപ്പോൾ എന്തോ ഒരു തകരാറ് അതിലില്ലേ? തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് സംഭവിക്കുന്നത്? മാറാട് കലാപത്തെക്കുറിച്ച് നമുക്കറിയാം. ഈ പുന്നാട് കലാപത്തിന്റെ പിന്നിൽ, മാറാട് കലാപത്തിന്റെ പിന്നിൽ എന്താണ് സഹോദരങ്ങളെ? മാറാട് കലാപത്തിന്റെ പിന്നിൽ ഒരു കമന്റടിയാണ്. എവിടെ വെച്ചുള്ള? കടപ്പുറത്ത് വെച്ചുള്ള ഒരു കമന്റടിയാണ് തുടക്കം. പുന്നാട് കലാപത്തിന്റെ പിന്നിൽ ഈ മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് അവിടെ കുളിക്കടവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതിന്റെ പേരിൽ ജീപ്പിലിട്ടൊരു അടി കിട്ടുന്നുണ്ട്. അവിടുന്നാണ് തുടക്കം. ഇതൊന്നും ഇസ്ലാമിലെ ജിഹാദുമായി ബന്ധപ്പെട്ട, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് വൈകാരികമായ പ്രതികരണങ്ങൾ ആ പുന്നാട് പ്രദേശത്തും അതേപോലെ തന്നെ മാറാട് പ്രദേശത്തും അത്തരം പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ കലാപങ്ങളെ കുറിച്ച്, അതുകൊണ്ട് നഷ്ടങ്ങൾ സഹോദരങ്ങളെ. ആ മാറാട് കലാപം കഴിഞ്ഞ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ 8 മനുഷ്യജീവനുകൾ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളേത് പോയി, രണ്ടെട്ടം ഒരു ഭാഗത്തേക്ക് പോയി. പക്ഷേ ഈ 8 കുടുംബങ്ങളുടേത്, അപ്പുറത്തുള്ള 2 കുടുംബങ്ങളുടെ, ആ കുടുംബങ്ങളിൽ പ്രതികളായ ഭർത്താക്കന്മാർ ഇന്നെവിടെ? ആ ഭാര്യമാരുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? പിഞ്ചു കുട്ടികൾ പിതാവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോ കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിലപാടുകൊണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച നിലപാടിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തക്കനുസരിച്ച്, നമ്മുടെ വ്യാഖ്യാനത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി. അതിന്റെ പരിണത ഫലമല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വൈകാരികമായി ചിന്തിക്കാൻ എളുപ്പമാണ്. 3 പ്രാവശ്യം ചിന്തിച്ചിട്ടേ, ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ടേ ആ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് പാടുള്ളൂ എന്ന് യഥാവിധി നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫലസ്തീനിലും ഇറാഖിലും ചെച്ചനിയയിലും അതേപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന മുന്നേറ്റങ്ങളെയൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കാണുന്നത് എന്നാണ് അതിനുള്ള മറുപടി. ആ ഓരോ പ്രദേശത്തും ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെറ്റുവളർന്ന നാട് മറ്റൊരു കൂട്ടർ കൈയടക്കി വെച്ച സന്ദർഭത്തിൽ വിശ്വാസത്തിന്റെ പിൻബലം അവർക്കുണ്ടെങ്കിൽ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ റസൂലുള്ളാഹി കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ നമ്മുടെ പ്രശ്നം ചാവേറുകളാവുകയാണ്, മനുഷ്യ ബോംബുകളാവുകയാണ്. അതാത് പ്രദേശത്തുള്ള വിശുദ്ധ ഖുർആനും തിരുഹദീസും പഠിച്ച പണ്ഡിതന്മാർ കൂടിയിരുന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാട് പറയേണ്ടത്. കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രതിഫലനങ്ങളെ കുറിച്ച് യഥാവിധി മനസ്സിലാക്കണം. ഈ ആവേശങ്ങൾ മൂത്ത സന്ദർഭത്തിൽ ഇപ്പോൾ NDF ആണെങ്കിൽ നമുക്കറിയാം, NDF എന്ന സംഘടനയുടെ ചെയർമാൻമാരായി വന്ന ആളുകളൊക്കെയും മുൻ സിമിക്കാരാണ് എന്നത് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. ഒരു ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. മുമ്പ് സിമി പറഞ്ഞു, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. വളരെ സങ്കുചിതമായൊരു മുദ്രാവാക്യം, വളരെ സങ്കുചിതമായി പോയി. തെറ്റാണ് ആ മുദ്രാവാക്യം. ഇന്ത്യയുടെ മോചനമല്ല, ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെയാണ്. എവിടെ ഇന്ത്യ? ഏത് ഈ ഹരിതവരമ്പ് എവിടുന്ന് കിട്ടിയതാ? ഇന്ത്യയുടെ മോചനമല്ല. ഇസ്ലാം എന്താണെന്നറിയാതെ ഈ ചുമരെഴുത്തെഴുതി വെച്ചപ്പോ കേൾക്കേണ്ടി വന്നു, കാണേണ്ടി വന്നു. ഈ ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. 2 കൂട്ടരും ചുമരെഴുതി പോയി കിടന്നിറങ്ങി. ആൾക്കാർ തല്ലുകൂടുകയും ചെയ്തു. ഇതാണോ ജിഹാദ്?
ഇതാണോ ജിഹാദ്? ഇതാണോ ഇസ്ലാമിന്റെ പ്രതികരണം? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നപ്പോ ഇവിടെ ഭൂരിപക്ഷ തീവ്രവാദികള്, ഭൂരിപക്ഷ ഭീകരവാദികള്, ആ ഭീകരവാദികള് എത്ര വർഷമായി സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് വർഷങ്ങളായി തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട്, സമൂഹത്തെ തയ്യാറാക്കിയിട്ട്, പക്ഷേ കേരളത്തിന്റെ മണ്ണിൽ അതിന് വേരോട്ടം കിട്ടുന്നില്ല. കാരണം ഇത് പ്രയോഗിക്കണമെങ്കിൽ മണ്ണ് ശരിയാകണ്ടേ? മണ്ണ് ശരിയാകുന്നില്ല. കാരണം എന്താണ്? ഇവിടെ തീവ്രവാദത്തെ എല്ലാവരും എതിർക്കുന്ന ഒരവസ്ഥയുണ്ടായി.